ഈ ഒരു കേക്കിൻ്റെ ഓർഡർ എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളതായിരുന്നു. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു ഓർഡറായിരുന്നു കേട്ടോ ഇത്. റെഡ് വെൽവെറ്റ് ആണ് ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫർ എനിക്ക് അറിയാമെന്നുള്ളതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള പല ആൾക്കാരായിരുന്നു അതിൽ പങ്കുചേർന്നിട്ടുള്ളതും എൻ്റെ നിന്ന് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നതും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കറിയാൻ പാടില്ലാത്തതായ ഒരു കൊച്ച് പാറശാലയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി കേക്ക് വാങ്ങിക്കൊണ്ട് പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ചേച്ചി കേക്ക് സൂപ്പറായിരുന്നു, ഒരു രക്ഷയും ഇല്ല, അടിപൊളിയാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. ചേച്ചി ഒരു കാര്യം ചെയ്യ്, നാളെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്, ചേച്ചി ഒരു കേക്ക് റെഡിയാക്കി വെക്കുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോളോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം ഓഫറിന് ഇട്ടപ്പോഴത്തേക്കും അവർ കേക്ക് വാങ്ങി അങ്ങ് പോകുന്ന അത്രയേ ഉള്ളൂ. ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ആളാണ്, ഇതുവരെയും നമ്മൾ ഒരു പരിചയവും ഇല്ല. ആളുടെ വീട് പാറശാലയാണ്. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ഓർഡറാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാം, അവർക്കും വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ പ്രവർത്തിച്ച ഒരാളുകൂടി ഉണ്ട് കേട്ടോ. ഗീതുവാണ് മോളുടെ പേര്. മോള് ഈ ഓഫർ അറിഞ്ഞ സമയത്ത് അവളുടെ ഫ്രണ്ട്സിനും പിന്നെ അധ്യാപകർക്കൊക്കെ ആ ഒരു ഓഫർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ നിന്നൊക്കെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. നനച്ചിരിക്കാത്ത സമയത്ത് കിട്ടിയ കുറച്ച് നല്ല നല്ല സന്തോഷങ്ങളും ഒക്കെയാണിത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു റെഫറൻസ് പിക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കണമെന്നുള്ളത്. ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.